പരിമിതികളെ വെല്ലുവിളികളായി സ്വീകരിച്ച മുഹമ്മദ് ബാസിൽ ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിലെ പാരാ അത്ലറ്റിക് വിഭാഗത്തിൽ ഓടിയെടുത്തത് വെള്ളി മെഡൽ. മികച്ച കരിയറിനായി കരിയർ ബെഞ്ച് എടപ്പാൾ. ഇല്ലാത്ത കയ്യിനെ കുറിച്ചോർക്കാതെ കരുത്തുള്ള രണ്ട് കാലുകളിൽ പരിമിതിയെ അതിജയിക്കാനുള്ള ഊർജ്ജത്തെ ചേർത്ത് കെട്ടിയാണ് മുഹമ്മദ് ബാസിൽ എന്ന പൊന്നാനിക്കാരൻ ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി നേട്ടം കൈവരിച്ചത്. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിലെ പാരാ അത്ലറ്റിക്സ് വിഭാഗത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച പുരുഷന്മാരുടെ 100 മീറ്റർ ഇനത്തിൽ മത്സരിച്ച ബാസിൽ 2ാം സ്ഥാനം നേടി. പൊന്നാനിയിൽ നിന്ന് ഓട്ടത്തിൽ പിച്ചവെച്ച ബാസിൽ സ്കോട്ട്ലാൻഡിലെ അന്താരാഷ്ട്ര ട്രാക്കിൽ കഴുത്തിലണിഞ്ഞത് സ്വർണ്ണത്തിളക്കമുള്ള വെള്ളി മെഡലാണ്. 10.83 സെക്കൻഡിലാണ് ബാസിൽ രണ്ടാമനായി ഫിനിഷ് ചെയ്തത്. മഹാരാഷ്ട്രക്കാരനായ ദിലീപ് മഹാദുവാണ് ഒന്നാമതായി ഫിനിഷ് ചെയ്തത്. 10.71 സെക്കൻഡായിരുന്നു സമയം. 10.63 ബാസിലിന്റെ മികച്ച സമയം. കേരളത്തിൽ നിന്ന് ബാസിൽ മാത്രമാണ് ഗ്ലാസ്ഗോ പാരാ അത്ലറ്റിക്സിൽ പങ്കെടുത്ത മലയാളി. നേരത്തെ പാരീസിൽ നടന്ന വേൾഡ് പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിക്സ് ആന്റി സ്പോർട്സ് ഓപ്പൺ ചാമ്പ്യൻഷിപ്പിൽ സീനിയർ വിഭാഗം 100 മീറ്റർ ഓട്ടത്തിൽ ബാസിൽ സ്വർണം നേടിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോമൺവെൽത്ത് ഗെയിംസിന് അർഹത നേടിയത്. കഴിഞ്ഞ വർഷം ചെന്നൈയിലും ഡൽഹിയിലും നടന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ 100 മീറ്റർ ഓട്ടത്തിൽ ഒന്നാമതായതോടെയാണ് ബാസിൽ ലോക ട്രാക്കിലെത്തിയത്. 2022 ഗുജറാത്തിൽ നടന്ന പാരാ അത്ലറ്റിക് ദേശീയ ചാമ്പ്യൻഷിപ്പിലും ബാസിൽ സ്വർണം നേടിയിരുന്നു. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക്സിൽ ജനറൽ വിഭാഗത്തിൽ ഒന്നാമതെത്തിയിട്ടുണ്ട്. ചെറവല്ലൂർ ഗുഡ് ഹോപ്പ് സെൻട്രൽ സ്കൂളിലെ കായികാധ്യാപകനായ KV അനസിന്റെ പരിശീലനത്തിലൂടെയാണ് ബാസിൽ ഓട്ടം തുടങ്ങിയത്. 7ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കെ ഫുട്ബോൾ കളിക്കുന്നതിനിടയിലാണ് ബാസിലിന്റെ ഓട്ടം അനസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഫുട്ബോളിനേക്കാൾ ബാസിൽ കുതിച്ചു കയറുക ഓട്ടത്തിലാണെന്ന് മനസ്സിലാക്കിയ അധ്യാപകൻ ഒപ്പം കൂട്ടി. കഠിനമായ പരിശീലനം നൽകി, ഒപ്പം പ്രചോദനവും. തിരുവനന്തപുരം സായിലായിരുന്നു നിലവിലെ പരിശീലനം. ജന്മനാ വലതുകൈ ഇല്ലാത്ത ബാസിൽ ഒരു ഘട്ടത്തിലും തളർന്നില്ല. പരിമിതികളെ പിന്നിലാക്കി കുതിച്ചു. പൊന്നാനി പള്ളപ്രം കളത്തിങ്കൽ സിറാജുദ്ദീന്റെയും സീനത്തിന്റെയും മകനാണ്. തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിൽ 3ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയാണ്. തിരുവനന്തപുരം സായിലാണ് പരിശീലനം. It is a wonderful moment for India, first and second there, and this is my first international competition and first medal. I'm so happy. Last year I started the para sports. I'm so happy. Coming years will come back. Good timing, and we'll break the world record. That's my hope. How was the condition? Because it was they are very cold, too much cold, because body was tightness feel so timing for slow. Last month I ran 10.63. Now 10.8. It is my considering this bad time. It is okay. This is my first experience. മികച്ച കരിയറിന് എന്തുകൊണ്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? ഹോസ്പിറ്റലുകളിലെ HR, PRO, ക്വാളിറ്റി കൺട്രോളർ, ഇൻഷുറൻസ് പർച്ചേസ്, NABH തുടങ്ങി വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ അഡ്മിനിസ്ട്രേറ്ററായി ജോലി നേടാൻ എടപ്പാളിലെ കരിയർ ബെഞ്ച് അക്കാദമി നിങ്ങളെ സഹായിക്കുന്നു. വിദഗ്ധരായ അധ്യാപകരുടെ കീഴിലുള്ള പരിശീലനം, മികച്ച ഹോസ്പിറ്റലുകളിൽ ഇന്റേൺഷിപ്പ്, കരിയറിന് കരുത്തേകുന്ന AI സപ്പോർട്ടും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും. കഴിഞ്ഞ ബാച്ചിൽ 100% ജോലി നൽകിയ തിളക്കമാർന്ന വിജയവുമായി കരിയർ ബെഞ്ച് എടപ്പാൾ. ഇന്ന് തന്നെ അഡ്മിഷൻ നേടൂ.